കുറച്ച് നാളായിട്ട് അമ്മ എന്നോട് ബിരിയാണി വെക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര കൊള്ളത്തില്ലെങ്കിലും കൊള്ളാന്നുണ്ടെങ്കിലും വയറ് നിറച്ച് ബിരിയാണി കഴിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ബിരിയാണി വെക്കാതെ ഞാൻ അമ്മയ്ക്ക് പിടികൊടുക്കാതെ നടക്കുമായിരുന്നു. ഇന്ന് പക്ഷെ അമ്മ നല്ല രീതിയിൽ എന്നെ അങ്ങ് പൂട്ടി. അടുത്ത എന്റെ അടവ് ചിക്കൻ ഇല്ലാതെ എങ്ങനെ ബിരിയാണി വെക്കും എന്ന് ചോദിച്ചോണ്ടായിരുന്നു. അതിനും അമ്മ ഒരു സൊല്യൂഷൻ കണ്ടെത്തി, മുട്ട ബിരിയാണി വെച്ചാൽ മതി പോലും. പിന്നെ ഒന്നും നോക്കിയില്ല, ബിരിയാണിയുടെ പരിപാടി അങ്ങ് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇതിന് ബിരിയാണി എന്നൊന്നും പറയത്തില്ല, വേണോന്നുണ്ടെങ്കിൽ ഒരു മുട്ടച്ചോറ് എന്നൊക്കെ പറയാം. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഇതാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ മീൻകറിയും മീൻവറുത്തൊക്കെ വെക്കുന്ന എന്തിനാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മീൻകറിയും മീൻവറുത്തും ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ബിരിയാണി കഴിച്ചാൽ ഇവിടെ ഞാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ചോറും മീൻകറിയും വേണം, അത് മസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഞാൻ മാത്രമല്ല ഇങ്ങനെ ഡെയിലി മീൻ വാങ്ങിക്കുന്നതും മീൻ കറി വെക്കുന്നതും എന്നുള്ള കാര്യം. ഞങ്ങൾ കൊല്ലംകാരുടെ മിക്ക വീടുകളിലും ഡെയിലി ഇത് തന്നെയാണ് അവസ്ഥ. സാധാരണ അടുക്കളയിൽ ജോലി ചെയ്യാൻ ആള് കൂടുമ്പോഴത്തേക്ക് ജോലി പെട്ടെന്ന് തീരുക പതിവ്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ വാചകോടി തീർന്നിട്ട് വേണ്ടേ പാചകം തീരാൻ. പിന്നെ ധൃതി പിടിച്ച് ഫുഡൊക്കെ സെറ്റാക്കി അതും കഴിച്ചിട്ട് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കിണറുറപ്പ് കഴിഞ്ഞുള്ള വീടിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.